എറണാകുളം നെട്ടൂരിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി സംശയിക്കുന്ന ആളെ പനങ്ങാട് പോലീസ് പിടികൂടി. മലപ്പുറം സ്വദേശി സുധീഷിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതി ഇതുവരെയും കുറ്റം സമ്മതിച്ചിട്ടില്ല. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, എന്താണ് ഇതിൽ പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്? അവരുടെ അന്വേഷണം, അതിന്റെ സ്വഭാവം, അത് എത്തി നിൽക്കുന്നത് എവിടെ? വിശദാംശങ്ങൾ എന്താണ് അമൽ സുരേന്ദ്രൻ? റീജിത്ത് 3 ദിവസങ്ങൾക്ക് മുൻപാണ് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 10 വയസ്സുകാരികളായ 2 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുവാനും അവർക്ക് മുന്നിൽ അശ്ലീലമായിട്ടുള്ള നഗ്നതാ പ്രദർശനങ്ങൾ നടത്തുവാനും പ്രതി തുനിഞ്ഞത്. പ്രതിയുടെ മുഖം അപ്പോൾ വ്യക്തമായിരുന്നില്ല. പക്ഷേ പ്രതിയുടെ വാഹനം കേന്ദ്രീകരിച്ച് TVS എൻറ്റോർ എന്ന വാഹനം കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ ഊർജിതമായ തിരച്ചിലിനെ തുടർന്നാണ് ഇപ്പോൾ പ്രതി പോലീസിന്റെ വലയിലായിരിക്കുന്നത് എന്ന് നമുക്കറിയാം. മലപ്പുറം സ്വദേശി സുധീഷിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ പാലാരിവട്ടം ഭാഗത്തു നിന്നാണ് കസ്റ്റഡിയെടുത്ത് അവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ദോശമാവ് വിപണനശാലയിൽ നിന്ന് ദോശമാവ് എടുത്ത് പരിസരങ്ങളിൽ വിതരണം ചെയ്യുന്ന ജോലിയായിരുന്നു ഇയാൾക്ക് ഉണ്ടായിരുന്നത്. ഇയാൾ മുൻപും പാലാരിവട്ടം സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു കേസിൽ പ്രതിയായിരുന്നു. അത് പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് ഒരു മോഷണ ശ്രമം നടത്തിയതിന്റെ ഒരു കേസായിരുന്നു അത്. ആ കേസിലും ഇയാൾ പ്രതിയായിരുന്നു. അപ്പോൾ പോലീസിന്റെ പ്രത്യേക സംഘം നടത്തിയ രഹസ്യമായിട്ടുള്ള അന്വേഷണത്തെ തുടർന്നാണ് ഇയാൾ പോലീസിന്റെ വലയിലായത്. ഏതായാലും ഇയാൾ ഓടിച്ചിരുന്നതായി കാണുന്ന ആ വാഹനം ഈ കുട്ടികളുടെ പിതാവ് ഏതായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അടുത്ത നിമിഷം തന്നെ ശരി, അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നെട്ടൂരിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി സംശയിക്കുന്ന ആളെയാണ് ഇപ്പോൾ പനങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് അതിൻ്റെ സംശയങ്ങൾ നീക്കാനുള്ള ശ്രമത്തിലാണ്. അന്വേഷണം തുടരുകയുമാണ്.